വരാൻ പോകുന്ന നെക്സ്റ്റ് ദാറ്റ് ഇസ് ബബ്ബ. എന്താണ് ബബ്ബ ശരിക്കും? இந்த வாட்டி മിസ്സേ ആകാതെ ഭയം, ഭക്തി, ബഹുമാനം. അതെ അതെ, അതാണ് ബബ്ബ. അതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡ് ഓഫ് മാഡ്നസ്. അതിപ്പോ എന്ത് പറയണം, ആ പടം അങ്ങനെ ഒരു പടമാണ്. ലാൽ സാറും ദിലീപ് ഏട്ടൻ്റെയും ഒരു സോങ് പ്ലസ് ഫൈറ്റ് സീൻ പ്ലസ് മണിച്ചേട്ടൻ്റെ പാട്ടിലൂടെയാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ട്. ദിലീപ് ഏട്ടൻ ഈ 2025 തൂക്കുമോ? അതിലെന്താ പ്രത്യേകിച്ച് എന്താ ഡൗട്ട്? അമ്മാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ ബബ്ബയിലെ ഓക്കെ. വീണ്ടും സന്ധിക്ക വരേക്കും വണക്കം. ഡിഗ്രി കഴിഞ്ഞ് ഒരു ഉഗ്രൻ IT കരിയറിനായുള്ള സ്വപ്നങ്ങളിലാണോ? 7000-ലധികം പ്ലേസ്മെന്റ്സ്, ലോകോത്തര നിലവാരമുള്ള ജോബ് ഓറിയന്റഡ് അഡ്വാൻസ് ട്രെയിനിംഗ്, പ്രോജക്ട്സ്, മോക്ക് ഇന്റർവ്യൂസ്. ലൂമിനാർ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ലൂമിനാർ ടെക്നോ ലാബ്. ട്രസ്റ്റ് മീ, യു ക്യാൻ മേക്ക് ഇറ്റ് പോസിബിൾ. ഇപ്പോൾ ഈ അടുത്ത് ചേട്ടൻ ഓൾമോസ്റ്റ് ഓൾ ബിഗ് നെയിംസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ്, ആസിഫ് അലി, ടോവിനോ, മമ്മൂക്ക, ലാൽ സർ. ഇനിയിപ്പം ദിലീപ് ഏട്ടൻ്റെ കൂടെയും കൂടി ഉള്ള നെക്സ്റ്റ് മൂവി ചെയ്തു. തങ്കമണി ഞങ്ങൾ ചെയ്തു, നല്ല വേഷം ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന നെക്സ്റ്റ് ദാറ്റ് ഇസ് ബബ്ബ. എന്താണ് ബബ്ബ ശരിക്കും? വാട്ട് ഈസ് ഇറ്റ്? ഭയം, ഭക്തി, ബഹുമാനം. അതെ, അതാണ് ബബ്ബ. ഞാനത് ലാൽ സാറിൻ്റെ ലാൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് കേട്ടായിരുന്നു. അപ്പം എന്താണ് നമ്മൾ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മളെല്ലാവരും പറയുന്നത് ഒരു ഭ്രാന്തൻ പടമാണ് അത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെന്താ അങ്ങനെ പറയുന്നത്? അത് ഒരു ഭ്രാന്തൻ പടമാണെന്നുള്ളത് ലാൽ സാറും പറഞ്ഞില്ലേ അല്ലേ? അല്ലെ, ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. അതെ, അതിൻ്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, ബബ്ബ എന്താണ്, വേൾഡ് ഓഫ് മാഡ്നസ്. അത് തന്നെയാണ് അതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡ് ഓഫ് മാഡ്നസ് എന്ന്. അതിപ്പോ എന്ത് പറയണം, ആ പടം അങ്ങനെ ഒരു പടമാണ്. എല്ലാവർക്കും ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്താണ് ഒരു പടം, ഒരു ഗംഭീര പടം എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളൊക്കെ ചെയ്തൊരു പടം തന്നെയാണ്. ഗംഭീരമാവും അത്. അതിൽ ഗംഭീരമാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ അതിൽ ഇഷ്ടം പോലെ നമുക്കറിയാവുന്ന കുറേ ഫേസസ് ഉണ്ട്. സലീം കുമാർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, ലാൽ സാർ ഉണ്ട്, ദിലീപ് ഏട്ടനുണ്ട്, വേറെ ആരൊക്കെയാണ്? ചേട്ടനുണ്ട്, വേറെ ആരൊക്കെയാണുള്ളത്? വിനീത് ശ്രീനിവാസൻ. യെസ്, അത് നമ്മൾ ട്രെയിലറിൽ കണ്ടു. ധ്യാനുണ്ട്. യെസ്, പിന്നെ ആരൊക്കെയാ വേറെ? സാൻഡി മാസ്റ്റർ റൈറ്റ് ഉണ്ടായിരുന്നല്ലോ, സാറിന്റെയും ട്രെയിലറിൽ ഉണ്ടായിരുന്നല്ലോ. കണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആൾക്കാരെന്ന് പറയാം. പിന്നെ അശോകൻ ചേട്ടൻ ട്രെയിലർ കണ്ടില്ലേ? കണ്ടു. പിന്നെ നമ്മുടെ സ്ഥിരം മറ്റേ ഇദ്ദേഹം ഇപ്പൊ ലാസ്റ്റ് ട്രെയിലറിൽ കണ്ടില്ലേ, മറ്റേ നമ്മുടെ പഴയ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അയ്യോ, പേര് ഞാൻ മറന്നുപോയി. നല്ല വലിയൊരു താരനിര തന്നെയുണ്ട്. പിന്നെ പടത്തിന്റെ റൈറ്റർമാരിൽ ഒരാളായിട്ടുള്ള ഫാഹിമുണ്ട്. ഫാഹിമിന്റെ വൈഫായ നൂറിനുണ്ട്. അപ്പൊ തന്നെ അറിയില്ല വേൾഡ് ഓഫ് മാഡ്നസ് ആണെന്ന്. ചേട്ടൻ അല്ല, അത് ഫാഹിമും നൂറിനും ഉള്ളതുകൊണ്ടല്ലോ കേട്ടോ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് അവൻ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കും, നിങ്ങൾ എന്താ മനസ്സിലായത്? ചേട്ടൻ ആ സ്റ്റോറി അല്ലെങ്കിൽ ചേട്ടനോട് ആ സ്റ്റോറി നറേറ്റ് ചെയ്തപ്പം ഹൗ വാസ് ഇറ്റ്? ചേട്ടൻ അതിന്റെ ഒരു മൂഡ് എങ്ങനെയാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ? എനിക്ക് അങ്ങനെ നറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഭയങ്കര പരിപാടിയൊന്നും ഇല്ല ഇതില്. ഒരു ക്യാരക്ടറാണ്. ചില മൊമെന്റ്സിലൊക്കെ നല്ല പരിപാടികൾ ഉള്ളൊരു ക്യാരക്ടറാണ്. ഈ കൂട്ടത്തിൽ ഇത്രയും ഭ്രാന്തന്മാരുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ളൊരു ഭ്രാന്തനായിരിക്കുമല്ലോ. ആ ഒരു വേൾഡിൽ എല്ലാവരും ഭ്രാന്ത് പിടിച്ചവരാ. അപ്പൊ ആ കൂട്ടത്തിലൊരു ഭ്രാന്തനാണ്. ഈ ഇതുവരെ കാണാത്ത കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള റോളായിരിക്കും ചേട്ടൻ്റെ ഇതിലും എന്ന് ചേട്ടൻ പറയുന്നത്. ദാറ്റ് മീൻസ് എങ്ങനെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ ബബ്ബയിലോ? യെസ്, ആ പടമേ അങ്ങനൊരു ഡിഫറെന്റ് പടമാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കോ അല്ലെങ്കിൽ ആ പടത്തിൽ വേറെ എന്തെങ്കിലും അത്ഭുതങ്ങളോ ഒന്നുമല്ല. അതിങ്ങനെ ഒരു പ്യുവർ ഒരു എൻ്റർടൈനറാണ്. അതിനങ്ങനെ കണ്ട് നമ്മൾ ഇരിക്കണം. എന്നാൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു വെടിക്കെട്ട് പടമാവും. അതങ്ങനെയാണ് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പം ധനഞ്ജയും നൂറിനും ഫാഹിമും പിന്നെ ആ ഒരു ടീം അങ്ങനെയാണ്. ഭയങ്കര വൈബ് ടീമാണ്, കിടിലൻ ടീമാണ് അവർ. എന്ന് പറയാം ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്പാർക്കാണ് ആ പടം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ദിലീപ് ഏട്ടനും കൂടെ
അല്ല വേണോ വേറെ? ഇതിപ്പോൾ പരസ്യമായ ഒരു രഹസ്യമാണ്. ലാൽ സാറും ദിലീപേട്ടൻ്റെയും ഒരു സോങ് പ്ലസ് ഫൈറ്റ് സീൻ പ്ലസ് മണിച്ചേട്ടൻ്റെ പാട്ടിലൂടെയാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ട് എന്ന് കേട്ടത് സത്യമാണോ അതോ അത് ശരിക്കും ഒരു റൂമർ തന്നെയാണോ? എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഞാൻ അപ്ഡേറ്റഡ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ ഐ തിങ്ക് നാച്ചി എപ്പോൾ അത് പറഞ്ഞല്ലോ, ആള് ഷൂട്ട് കഴിഞ്ഞ് ഐ തിങ്ക് ഞാൻ കണ്ടായിരുന്നു ആളുടെ ഒരു തമിഴ് ഇന്റർവ്യൂലാണ് ആള് പറഞ്ഞത് ദാറ്റ് യുനോ ആള് ഇപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ലാൽ സാറിൻ്റെയും ദിലീപേട്ടൻ്റെയും കൂടെ ഒരു ഷൂട്ട്, അതും സോങ്ങിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് അവരൊരു സ്ഥലത്ത് നിന്ന് അത് കഴിഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്തിനാണ് ചേട്ടനത് വർക്ക് കാരണം ചേട്ടനോടത് ചോദിച്ചു. ഇല്ല കേട്ടോ, ഈ പാട്ട് സീനിൽ ഞാൻ ഇല്ലാന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഈ പാട്ട് ഇല്ല. ഈ നാച്ചിയപ്പ നമ്മുടെ സാൻഡി മാസ്റ്ററിൻ്റെ കൂടെ അതിലുണ്ട്, ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ മെയിൻ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ഉള്ളൊരു ക്യാരക്ടറാണ് എൻ്റേതും. ഈ പറഞ്ഞ അതുപോലെ ഡാൻസിൽ ഈ പാട്ടുണ്ടോയെന്ന് എനിക്കൊരു കൺഫർമേഷൻ ഇല്ല കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കാം, അതിൻ്റെ കൺഫർമേഷൻ എനിക്കില്ല. ഈ അല്ല ഇപ്പോൾ ഒരു പാട്ടിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ സോ എനിക്ക് അതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണയില്ല. ഞാനിന്ന് ഫൈവിനെ വിളിക്കട്ടെ പറയാം, അല്ലെങ്കിൽ തഞ്ചിനോട് വിളിക്കാം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഇത്രയും കോമ്പിനേഷൻ സീൻസ് നമ്മൾ ചെയ്തു. അപ്പം പ്രണവിൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ലൈക്ക് ടോട്ടലി ത്രൂ ഔട്ട് ദ മൂവി ചേട്ടൻ ഉണ്ടായിരുന്നു ഫോർ DSA. എങ്ങനെയായിരുന്നു? അതിൻ്റെ പോലെ തന്നെയായിരുന്നു കളങ്കാവലിൽ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഏതായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റ്? ഇല്ല, അങ്ങനെ എനിക്ക് കളങ്കാവലിൻ്റെ ഡയറക്ടർ ജിതിൻ കെ ജോസാണ് ഡയറക്ടർ. അതിൻ്റെ റൈറ്ററിലൊരാൾ ജിഷ്ണു, പിന്നെ ക്യാമറ ചെയ്യുന്നത് ഫൈസലിക്ക, പിന്നെ ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അവിടുത്തെ കുറേ ആൾക്കാർ, മീൻസ് ഈ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും അതിനകത്തുള്ള എല്ലാം ചില്ലാണ്. ഈ പറഞ്ഞതുപോലെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീമും. ഈ ജിതിനായാലും ജിഷ്ണു ആയാലും ഇവരൊക്കെ എന്താ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമാക്കാരാണ്. ഒരു പിടിവാശിയോ കാര്യമൊന്നുമില്ല, ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം തരും നമുക്ക് ചെയ്യാൻ. ഭീകരമായിട്ട് അവർ പറയും, നമുക്ക് ഈ പറഞ്ഞ ഇൻപുട്ടൊക്കെ ധാരാളം എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഇടാൻ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം തരുന്ന ആൾക്കാരാണ് അവരുടെ ഗംഭീര എഴുത്തുകാരും കൂടെ കേട്ടോ. നന്നായിട്ട് ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്ത ടീമുകളാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഈ ടീമിൻ്റെ കൂടെ, നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ DSA അത് ഈ പറഞ്ഞ ഒരു വേറൊരു ടീമാണല്ലോ. ഓരോ ടീമിനും അവരുടേതായിട്ടുള്ള എന്താ നമുക്ക് അത് സ്വാഭാവികമല്ലോ. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവമല്ലല്ലോ. അതുപോലെ തന്നെയാണ് രണ്ട് പ്രൊഡക്ഷൻ ഹൗസിലെ രണ്ട് സിനിമകൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അത് രണ്ടിൻ്റെയും ഒരുപോലെ ഉള്ള ഞാനെന്നുള്ള വ്യക്തി രണ്ടും ഞാൻ ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് ഒരുപോലെ തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെയായിരുന്നു. ഈ മൂവിയിൽ നമുക്ക് ബബ്ബയിൽ നമുക്ക് മാസ് പ്രതീക്ഷിക്കണ്ടേ? ട്രെയിലർ കണ്ടില്ലേ? കണ്ടു. പിന്നെ മാസല്ലേ അത്? കണ്ടു. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കാതിരുന്നത് മോശമാ. ഇനിയെങ്കിലും പ്രതീക്ഷിക്കണം. മാസുണ്ട്. മാസ് വെച്ചാൽ ഒരു എന്താ ബെഡാം മാസ്. ചേട്ടൻ്റെ നെക്സ്റ്റ് ഡ്രീം എന്താണ്? ലൈക്ക് ഇത്രയും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി എന്താണ് ചേട്ടന് ചെയ്യാൻ ആഗ്രഹം? എൻ്റെ ലാസ്റ്റ് ഡ്രീം ഏതാണെന്നറിയാമോ? എന്താ എൻ്റെ ലാസ്റ്റ് ഡ്രീം ഏതായിരുന്നു? ലാസ്റ്റ് ഡ്രീം ടു ബി ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഡു ആസ് മെനി ക്യാരക്ടേഴ്സ് ആസ് പോസിബിൾ. അപ്പോൾ അത് തന്നെയാണ്, ഇനി അത് തന്നെയാണ്. അല്ല, പ്രത്യേകിച്ച് എനിക്കൊരു ഞാൻ പറയില്ല, ഒന്നിനും ഞാനൊരു കൃത്യമായിട്ടൊരു സംഭവം ചെയ്തു വെച്ചിട്ട് ചെയ്യുന്ന ആളല്ല. എനിക്ക് ഇന്നതാവണം എന്നോ ഒരു സിനിമാക്കാരനായിട്ട് ഇവിടെ എന്ന് നിലനിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഇന്ന കാലത്ത് എനിക്ക് ഇത്ര വലിയ ആളാവണമെന്നോ അങ്ങനെയൊന്നും എനിക്കെന്നുമില്ല. എനിക്കെന്നും ഇതുപോലെയുള്ള കുറേ നല്ല സിനിമാക്കാരുടെ കൂടെ കുറേ നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകണം. എനിക്ക് അതിനപ്പുറമൊന്നും വേറെ ഒരു കാര്യമില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ അതിലൊന്നും ഇല്ല. ഞാൻ അന്നും ഇന്നും ഒറ്റ സ്വപ്നമേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചു പഴയത് ഏതാണെന്ന് അറിയുമെന്ന്. അത് പറഞ്ഞു.
അത് തന്നെയാണ്, എന്നും അത് തന്നെയാണ്. അതിനെ നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ സിനിമ ചെയ്തു, ഓക്കെ, എൻ്റെ ആഗ്രഹം പൂർത്തിയായി. ഇല്ല, എനിക്ക് ആ ആഗ്രഹം പൂർത്തിയാകത്തോണ്ട് ഞാൻ പറയാം എനിക്കിത്തിരി ആക്രാന്തം കൂടുതലാണ്, ആർത്തി കൂടുതലാന്ന് പറഞ്ഞത്. അതെനിക്ക് സിനിമയുടെ ഭാഗത്ത് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അമിതമായ ആഗ്രഹമാണ് അത്. അതിനൊരു സ്വപ്നം എന്നുള്ള പേരിൽ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിങ്ങനെ ഞാൻ ഇവിടെ എനിക്ക് ഇവിടെയൊക്കെ നിന്ന് പോകണം, അത്രേ ഉള്ളൂ. എന്നും ഇവരെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ സിനിമാക്കാരും പഴയതായിട്ടുള്ള സിനിമാക്കാരോടും ഒക്കെ ഒരുപോലെ പോകാൻ പറ്റണം. ആ ഒരു എന്താ ആ ഒരു അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയുടെയോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ പോയാൽ മതി എനിക്ക്. ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ദിലീപേട്ടൻ ഈ 2025 തൂക്കുമോ? ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ദ മൂവീസ് ദിലീപേട്ടൻ്റെ മൂവി ഇപ്രാവശ്യം തൂക്കുമോ 2025? അതിലെന്താ അങ്ങനെ പ്രത്യേകിച്ച് എന്താ ഒരു ഡൗട്ട്? അമ്മാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ ബബ്ബയിലെ. ഓക്കെ. അതേപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ആയിരുന്നു ഐ തിങ്ക് ചേട്ടൻ ഒരു സ്റ്റോറി ഇട്ടത്. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ മൂവി വരാൻ പോകുന്നുണ്ട് തുടക്കം. അതിൽ ചേട്ടനൊരു പാട്ടാണെന്ന് ഞാൻ ഇന്നലെയാണ് ആക്ച്വലി അറിഞ്ഞത്. സോ അതിൽ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്? 2018 സിനിമ അന്നാണ് ജൂഡ് ആൻഡ്. യെസ്. ആ ഡയറക്ടർ എന്നിലെ കണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ എന്നെ വിളിച്ചത്. കറക്റ്റ്. 2018 കണ്ടതല്ലേ? അത് കണ്ടതാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് വലിയൊരു അവസരം ഉണ്ടാക്കി തന്നൊരു സിനിമയാണ് 2018 എന്നുള്ളത്. അതിൽ എന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടേഴ്സ് ഒരു ആക്ടറിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. ഒരു ഡയറക്ടർ അയാളത് ചെയ്യും എന്ന് ഓപ്പണായിട്ട്, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ, നിങ്ങളത് ചെയ്യും, നിങ്ങളത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ആക്ടറിന് കിട്ടുന്നൊരു കോൺഫിഡൻസിൻ്റെ ഒരു ലെവലുണ്ട്. ടപ്പേന്ന് പറയുന്നത് കയറും നമ്മൾ. അപ്പോൾ എന്താ കരുതുന്നത്, ആ പടത്തിൻ്റെ മെയിൻ ആൾ ഡയറക്ടറല്ലേ, അപ്പം അദ്ദേഹം പറയുകയാണ് ഞാൻ ചെയ്യുമെന്ന്. അദ്ദേഹത്തിന് അറിയാം പിന്നെ എനിക്കെന്താണ് കോൺഫിഡൻസിൻ്റെ കുറവ് വരേണ്ടത്? ഞാൻ ഓക്കെ അല്ലേ, ഞാനത് ഡബിൾ ഓക്കെ ആവൂലേ? അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ വിശ്വാസം ഇല്ലാതാവേണ്ടത്? ഒരിക്കലുമല്ല. ഒരു ഡയറക്ടർ. അപ്പോൾ എന്നെ 2018 അങ്ങനെ വെച്ചൊരു മനുഷ്യനാണ് ജൂഡ് ആൻ്റണി ബ്രോ. അപ്പോൾ അദ്ദേഹം ഈ പടം തുടങ്ങിയപ്പോൾ എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അങ്ങനെ ഇന്നലെ പൂജയ്ക്ക് പോയിരുന്നു, അത് നല്ലൊരു പരിപാടിയാണ്, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ളത്, ഡേറ്റും കാര്യമൊക്കെ തന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതാ പറഞ്ഞൊരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത് പ്രണവിനോടൊപ്പം ചെയ്തു. നെക്സ്റ്റ് പടം എനിക്ക് അത് റിലീസായപ്പോൾ, റിലീസിൻ്റെ ആ ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയുടെ പൂജ നടക്കുന്നു, അതിൽ പങ്കെടുക്കാൻ പറ്റുന്നു, ആ പടത്തിലേക്ക് നല്ലൊരു വേഷം. അപ്പോൾ ഈ പറഞ്ഞ ആ ഫാമിലിയിൽ നമുക്കിങ്ങനെ ഒരു അവരുടെ രണ്ടുപേരുടെയും ഈ പുതിയ തലമുറയുടെ 2 പടത്തിലും ഒരുപോലെ വരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ലേ? എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഈ 2 പടത്തിലുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ സോ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം ചേട്ടൻ്റെ അടുത്തുനിന്ന്? ഇനി വരാൻ പോകുന്ന കുറേ മൂവീസ് ഏതൊക്കെയാണ് എന്ന് ചേട്ടൻ പറയാൻ പറ്റുമോ? അല്ല, ലേറ്റസ്റ്റ് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് കളങ്കാവൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ആട് 3 നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇടയ്ക്ക് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടൊരു സീരീസ് ചെയ്തിട്ടുണ്ട്, അണലി എന്ന് പറഞ്ഞിട്ട്. അതിലൊരു മെയിൻ ക്യാരക്ടർ ഒന്ന് ഞാനാണ് ചെയ്യുന്നത്. അതുണ്ട്, അത് റിലീസാവാനുണ്ട്. പിന്നെ നമ്മുടെ മാത്യു നായകനായിട്ടുള്ള സുഖമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം, അത് അരുൺലാൽ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മൂവിയാണ്. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ധ്യാൻ ശ്രീനിവാസൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മൂവിയുണ്ട്. ഭീഷ്മർ എന്നാണ് പടത്തിൻ്റെ പേര്. അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് റിലീസുകളുണ്ട്. ഇതിലൊന്നും ഭയങ്കര വലിയ പരിപാടികളൊന്നുമല്ല ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറഞ്ഞ നമുക്ക് പുള്ളി ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് തന്ന ക്യാരക്ടേഴ്സൊക്കെയാണ്. അതൊക്കെ വലിയ സംഭവങ്ങളോ അല്ലെങ്കിൽ മുഴുനീള ക്യാരക്ടറുകളൊന്നുമല്ല, ചെറിയ പരിപാടികളാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതെല്ലാം എൻ്റെ നെക്സ്റ്റ് റിലീസുകൾ കൂട്ടത്തിൽ ഉള്ളതാണ്. ആട് 3 വലിയൊരു പരിപാടിയിലേക്കാണ് പോകുന്നത്, കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു. അതിലെന്താണ് ചേട്ടൻ എക്സാക്ട്ലി, ചേട്ടൻ്റെ റോൾസ് എന്താണ്? ചേട്ടൻ പറഞ്ഞ പോലെ അതിലെ റോള് ഞാൻ പറയാം. അതിലെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം ലൊക്കേഷനിൽ പോയി കണ്ടു.
ഇതാണ് എനിക്കുള്ള റോള്. കാര്യം അവിടെ നമ്മുടെ ആശൻ തന്നെയാണല്ലോ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കുറേ കൂട്ടുകാരെല്ലാം അഭിനയിക്കുന്നുള്ളതുകൊണ്ടും ഈ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ചെന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് ആട് 3 ആയിട്ടുള്ള എനിക്കുള്ള ബന്ധം. ഞാൻ വളരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പടം ഞാനും കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു പടം. ഇതാണ് എൻ്റെ അതിലുള്ള റോൾ, വേറെ ഒന്നുമില്ല. അതെ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മമ്മൂക്കയുടെ മിക്ക സെറ്റിലും എപ്പോഴും ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഇപ്രാവശ്യം അമ്മേ ആദ്യത്തെ 1.5 ബിരിയാണി കേട്ടോ. അത് ഞാൻ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയാറില്ല ഇത് സെറ്റിലുള്ള ഇത് ഭയങ്കര ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരു ബിരിയാണി വിളമ്പലുണ്ടായിരുന്നു. അയ്യോ എന്താ ഇങ്ങനെയൊക്കെയാണ് ബിരിയാണിയുടെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല. മട്ടൻ ബിരിയാണിക്ക് ഇമാതിരി ടേസ്റ്റ് ആണോ, മട്ടൻ ഇതാണോ ടേസ്റ്റ് എന്നൊക്കെ ചിന്തിച്ചു ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഗംഭീരമായിരുന്നു. മമ്മൂക്കയുടെ ടീസർ നമ്മൾ കണ്ടു, അതിൽ നല്ല പൊളി ലുക്കാണ്. ആള് സ്മോക്ക് ചെയ്യില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ടീസറിൽ ആളുടെ സിഗരറ്റും അതൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഷോട്ട് കണ്ടു. ഹൗ വാസ് ഇറ്റ് ആഫ്റ്റർ സോ ലോങ് നമ്മൾ മമ്മൂക്കേനെ അങ്ങനെ കാണുന്നത്? അത് കണ്ടപ്പം ചേട്ടൻ ഉണ്ടായിരുന്നു ആ ഷൂട്ട് സെറ്റിലപ്പം ആ സമയത്ത് ആ സീൻസ് ഒക്കെ എടുക്കുമ്പോൾ? ആ സീൻ മാത്രമല്ല, ഏത് സീൻ കണ്ടാലും ഞാനില്ല സെറ്റിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കിങ്ങനെ, അയ്യോ അതെന്താ കാണിക്കുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാകാംക്ഷ ഉണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു കടൽ ആദ്യമായിട്ട് കാണുന്ന ആളിൽ എന്താണ് ഫീല്, നമ്മളിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ തിരയെങ്കിലും എണ്ണീക്കും. നമുക്കത് അറിയില്ല, കടൽ എന്താണെന്നറിയില്ല, നമുക്ക് കേട്ടുള്ള അറിവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കടലിൻ്റെ തീരത്ത് നിന്ന് എന്താണ്, എൻ്റെ ദൈവമേ ഇതെന്താണ് ഈ കാണുന്നത്, ഭയങ്കര പരിപാടിയല്ല. നമ്മൾ ആദ്യം ഒരു തിര വരുമ്പോൾ എണ്ണാൻ തുടങ്ങും, 1 2 കുറേ കഴിയുമ്പോൾ മനസ്സിലാവും ഇതിനൊരു അന്തമില്ല, ഇതിങ്ങനെ അവസാനിക്കാത്ത സാധനമാണ്. ഈ ഒരു സാധനം പോലെയാണ് നമ്മളിങ്ങനെ ഈ ദൈവത്തിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ചെയ്യുന്നതും ഓരോ പുള്ളിയുടെ മീൻസ് ഇപ്പം ഞാനെന്നുള്ളത് വളരെ നമുക്ക് പറയാമല്ലോ, എനിക്കൊരു ഭാഗ്യം പോലെ ഞാൻ അവിടെ ചെന്ന് നിന്നതാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത് പറയുമ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കുന്നതല്ലോ. അപ്പം എനിക്കിതൊക്കെയാണ് എൻ്റെ ഉള്ളിലെ ഫീൽ ഇതാണ്. ഇപ്പം അത് എങ്ങനെ എടുത്താലും ശരി, പക്ഷേ എനിക്കിത് ലൈവായിട്ട് കാണണം, കണ്ടിട്ട് എങ്ങനെയാണ് സാർ ഇതൊക്കെ ചെയ്യുന്നത് കാണാനുള്ള ഒരു കൊതിയുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു കൊതിയാണ്. അപ്പം അത് ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അത് കണ്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക, നമ്മളാ ഒരു മൈൻഡ് ഇങ്ങനെ ആ ഒരു സാധനം അടിക്കുമല്ലോ, അതിങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുക. അതാണ് നമുക്ക് പരിപാടിയുള്ള മെയിൻ. ബബ്ബയിൽ നമുക്ക് പഴയ ദിലീപേട്ടനെ പ്രതീക്ഷിക്കാമോ? ദിലീപേട്ടനെ പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആ ദിലീപേട്ടൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. എനിക്ക് പ്രത്യേകിച്ച് എനിക്കങ്ങനെ വേറെ ദിലീപേട്ടനായിട്ട് തോന്നിയില്ല. ഞാൻ തങ്കമണിയിൽ കണ്ട അതേ ദിലീപേട്ടൻ തന്നെയാണ് പിന്നെ അതിന് ശേഷമുള്ള എല്ലാ പടത്തിലും കണ്ടിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ മറ്റേ CID മൂസയിലൊക്കെ സിനിമയിൽ കണ്ട അതേ ചാം ഉള്ള, അതേ വൈബുള്ള, അതേ എനർജിയുള്ള ഒരു ലൈവ് ഒരു മനുഷ്യനാണ് ദിലീപേട്ടൻ. അതിൽ വേറെ എന്താണ് എനിക്കൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളി മനുഷ്യൻ. എന്താണ് അല്ല, ഇൻ ടേംസ് ഓഫ് മൂവി ക്യാരക്ടർ നമ്മൾ ഉദ്ദേശിച്ചത് പരമശിവൻ, അല്ലെങ്കിൽ നമ്മളിപ്പം മോസ്റ്റ്ലി അവൈറ്റഡ് കുറേ മൂവീസ് ഉണ്ട്. അപ്പം അതേപോലത്തെ നമ്മുടെ പഴയ ദിലീപേട്ടൻ്റെ 2-3 ക്ലാസിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഇനി പ്രതീക്ഷിക്കാമോ? അത് ഡയറക്ടേഴ്സ് തീരുമാനിക്കണം. ദിലീപേട്ടന് അങ്ങനത്തെ ക്യാരക്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദിലീപേട്ടനോട് സംസാരിച്ച് ഡയറക്ടേഴ്സോട് തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അത് പുള്ളിയുടേതായിട്ടുള്ള സെലക്ഷനാണ്. പുള്ളി അത് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെന്താ ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമ്മൾ ചോറുണ്ണാനിരിക്കുകയാണ് ഉച്ചയ്ക്ക്, നമ്മളെന്താണ് ആദ്യം ചെയ്യുന്നത്, നമ്മളത് TV എടുക്കും, TV-യിൽ റിമോട്ട് എടുക്കും. ഞാൻ നോക്കുമ്പോഴത്തേക്കും പറക്കുന്നലിക്ക ഇന്നിനി ഫുഡ് കഴിക്കുമ്പോൾ ഇനി ഇതാവട്ടെ, പറക്കുന്നലി ആവട്ടെ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചാബി പൊളി, നമ്മളിനി അതിൽ നമ്മളതൊക്കെയല്ലേ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈവായിട്ടുള്ള മനുഷ്യനെ തന്നെയാണ് എനിക്കതിന് ശേഷം ഞാൻ പരിചയപ്പെട്ട ശേഷം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വ്യത്യാസമാണല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു മാസ് ചെയ്യുമ്പോൾ പുള്ളി കൊടൂര മാസമാവും, കോമഡി ചെയ്യുമ്പോൾ അങ്ങേ അറ്റത്തെ കോമഡിയാവും. അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യാത്ത മേഖലകളിലല്ലോ. എല്ലാ സംഭവത്തിലും പുള്ളിയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ഈ പറഞ്ഞ പോലെ ഉണ്ട്. ഭയങ്കര രസകരമായിട്ട് എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്.
അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടായാൽ അദ്ദേഹത്തിന് അങ്ങനത്തെ വേഷങ്ങൾ വീണ്ടും വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്ത പടത്തിൽ ഇങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ഡിമാൻഡ് ചെയ്യുന്നതല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ നാളെ ഒരു CID മൂസ് അദ്ദേഹം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പടം അദ്ദേഹത്തിന് വരിക, അദ്ദേഹം അത് ചെയ്യുക, അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വരുന്ന പടത്തിൽ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് പുള്ളി ചെയ്യുന്നു. അല്ലാതെ ദിലീപേട്ടൻ പഴയത് പുതിയത് അങ്ങനെയൊന്നുമില്ല. ദിലീപേട്ടൻ അടിപൊളി, അത്രയേ ഉള്ളൂ. ഈ വരുന്ന സിനിമയിൽ നമുക്ക് പാട്ടുകൾ, നല്ല പാട്ടുകൾ, ലൈക്ക് ചേട്ടൻ കേട്ടോ ഓൾറെഡി അതിലുള്ള പാട്ടുകൾ, നമ്മുടെ കലങ്കാവലിലായാലോ അത് ബബ്ബയിലായാലോ, അതിൽ ഏതാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ, നമുക്ക് യുനോ എന്താ പറയുക ട്രെൻഡിങ് ആവാൻ പോകുന്ന പാട്ടുകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതോ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടായിരിക്കാം. പോസ്റ്റ് പ്രൊഡക്ഷനിലിരിക്കുന്ന പടത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് വേണം. നല്ല പരിപാടി കേട്ടോ. കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിനെ അറിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ തീർന്നല്ലോ. മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഗംഭീര ടീമുകളല്ലേ. മുജീബൊക്കെ അല്ലേ, കളങ്കാവിലെ മുജീബാണ്, മുജീബ് മജീദ്, കിഷ്കിന്ദാണ്ടവും രേഖാചിത്രമൊക്കെ ചെയ്ത്. ആ പുള്ളി ഇതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പുള്ളിയൊക്കെ വേറെ ലെവലിൽ കൊണ്ടുപോകുമല്ലോ. അതെ, പുറത്ത് നമുക്ക് ആർക്കും അറിയാത്ത ചില സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, നമുക്ക് സെറ്റിൽ നടക്കുന്നൊരു ഒരു ഫൺ സ്റ്റോറി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണല്ലോ പുറത്തറിയാത്തത്. ഞാൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ എന്തിനാ അത് കൊള്ളാലോ. അല്ല, യൂഷ്വലി അങ്ങനെ ഞാൻ ഇപ്പം ജയറാമേട്ടനായാലും അവരൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞാണ് ഇൻ്റർവ്യൂസിൽ പറയുന്നത് അന്ന് ആ സെറ്റിൽ നടന്നൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റോറീസ് പറയും. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ മൊമെന്റ്സോ ഉണ്ടായിട്ടുണ്ടോ? കുറെ കാലം കഴിയട്ടെ. ജയറാമേട്ടനല്ലേ പറഞ്ഞത് അന്ന്. അതുപോലെ നമ്മൾ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പറയാം അന്ന് DSG എന്നൊരു സംഭവം രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് പറയാം. ഇതിപ്പോ പടം ഇപ്പൊ റിലീസായിട്ടല്ലേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പം എന്തായാലും ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ആൻഡ് മൂവീസ് ഐ തിങ്ക് ചേട്ടൻ ഇനി വരുന്ന ഇയേഴ്സ് എല്ലാ മൂവീസിലും ചേട്ടൻ ഉണ്ടാവും. ഐ റിയലി ഹോപ്പ് ചേട്ടൻ ഉണ്ടാവും. ആൻഡ് ഐ വിഷ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ദാറ്റ് എല്ലാം നല്ലത് വരട്ടെ. ആൻഡ് ഇനിയും ചേട്ടനെ ഞാൻ ഫുൾ സ്ക്രീനിൽ മൊത്തം ആയിട്ട് കാണണം എന്നുള്ള സംഭവം. സന്തോഷം. എന്തായാലും DSG എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസായി. അപ്പം എല്ലാവരും കാണുകയാണ്. നല്ല സംഭവങ്ങളെല്ലാം എല്ലാവരും വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു വിജയം ആയിട്ട് വരികയാണ്. അപ്പം എല്ലാവരും ഇനിയിപ്പം ഇവിടെ ആരെങ്കിലും കാണാതെങ്കിൽ കണ്ടോളണം. ഇത്രയും പെട്ടെന്ന് കാണുക. ആ ഒരു ഫീൽ, ഇതിൻ്റെ സ്പോയിലറൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫീലാവില്ല. അപ്പം അങ്ങനെ തന്നെ ഫ്രഷായിട്ട് പോയി കാണണം. എന്തായാലും നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടിപൊളിയാവട്ടെ, ഗംഭീരമാവട്ടെ. Wishing you all the luck, love and light. Okay, thank you. Welcome. Share it. Yeah, thank you.